അപ്പോൾ നമ്മുടെ ഓണപരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫുൾ കോളേജിൽ പരിപാടികളാണ്. പിള്ളേരെല്ലാം അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അതിപ്പം വടംവലി മത്സരത്തിൻ്റെയാണ്. ഇന്നിപ്പോൾ മോർണിംഗ് സെക്ഷനിൽ തന്നെ വടംവലി തുടങ്ങിയിട്ടുണ്ട്. 10 മണിയായി സമയം. 10 മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് ഫുള്ളും വടംവലിയുടെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേരിപ്പോൾ ഫ്ലെക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്രസ് കോഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിള്ളേർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് 4 മണിക്ക് ക്ലാസ് കഴിയും. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 2:30 ആയി പോയെന്നുള്ളത്. അതായത് രാവിലെ പുലർച്ചെ 2:30 അവർ പോയെന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ സിവിൽ ലാബ്. ഇപ്പോൾ സിവിൽ ലാബിലാണ് നമ്മൾ ഫ്ലെക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഇത് പോയിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ സ്റ്റീഫൻ എന്നാണ് ആളുടെ പേര്. ആൾ ആക്ച്വലി മണിപ്പൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആൾക്ക് മലയാളം അറിയില്ലേ, അപ്പം ഞാൻ അത് പറയുമ്പോൾ ആൾ ചിരിക്കുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആവില്ലേ ഉണ്ടാവുക. ചിലർക്ക് ചിലപ്പോൾ പാട്ട് പാടാനാവും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനാവും. അങ്ങനെ ഓരോരോ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മണിപ്പൂരിലുള്ള സ്റ്റുഡൻറ്റ് സ്റ്റീഫൻ, അവൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ ആർട്ടിലാണ്. അവൻ ഇത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓണായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും അവൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോന്ന് സെലിബ്രേഷൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിള്ളേർ ചെയ്യുന്ന അനുസരിച്ച് അവൻ്റെ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് മെജോറിറ്റി ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ് ഇന്ന് കൊണ്ടുവന്നതാണ്. ഇതവർ ചെയ്ത മൈനർ പ്രൊജക്റ്റാണ്. സ്റ്റുഡൻറ്റ് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൊണ്ടുവന്നെന്ന് പറഞ്ഞത് ഇത് അവർ കഴിഞ്ഞ വർഷം തന്നെ ചെയ്തൊരു മൈനർ പ്രൊജക്റ്റാണ്. ഇനി അതിനുള്ളിലുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇത് നോക്കിക്കേ, ഹോട്ട് വീൽസിൻ്റെ നല്ലൊരു കളക്ഷൻസാണ് ഉള്ളത് കേട്ടോ. അവൻ ഒരു വർഷം കൊണ്ട് കളക്ട് ചെയ്ത ഹോട്ട് വീൽസിൻ്റെ കളക്ഷനാണ് ഇതിലുള്ളത്. ഇപ്പോൾ കേരളത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരുപാട് കാറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല മോഡലിലുള്ള വണ്ടികളുണ്ട്. അവന് പണ്ട് തൊട്ടേ വണ്ടികളോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം ഒരു 30-ൽ കൂടുതൽ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. വടംവലി മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചേഴ്സും പിള്ളേരെല്ലാവരും അതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. ഫെബിൻ സാറിൻ്റെ നല്ല അടിപൊളി ആങ്കറിങ് ആയിരുന്നു. ഒരു തോൽവി ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നും മറ്റൊരു ടീം ആര് ജയിക്കും കണ്ടു കാണാം, കാത്തിരുന്ന് കാണാം. ഇത് ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. ജയിച്ചൊരു ടീമും പിന്നെ സ്റ്റാഫും തമ്മിലുള്ളൊരു വടംവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഉഷാറായിട്ട് തന്നെ അവസാനിച്ചു. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളുടെ ഓണത്തിൻ്റെ നെയിം റിവീൽ ചെയ്തിട്ടുള്ള പോസ്റ്ററെല്ലാം ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് വടംവലി മത്സരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഫൈനൽസ് ഉണ്ടായിരുന്നത്. ഒരു 3:15 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഈ ജയിച്ച ടീമും അതുപോലെ സ്റ്റാഫും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാഫിൻ്റെ ടീം തന്നെയാണ് ജയിച്ചേട്ടോ. അപ്പം ബാക്കി ഫ്ലെക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ അതെല്ലാം സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നാളെയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.